नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक कविता नहीं कहानी पढ़ा था, विज्ञान क्या है, साइंस എന്താണ് അല്ലേ, പാഠ ദിസ് വിജ്ഞാൻ क्या है। तो उसका बाकी भाग आज हमें पढ़ना चाहिए। പേജ് നമ്പർ 69 കഥ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞതാണ്. സോ ഇന്ന് റിവൈസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം, പാരഗ്രാഫിലേക്ക് പോവാം. പേജ് നമ്പർ 69 सेकंड पैराग्राफ। चारों एक दूसरे की राय सुनकर अजब में पड़ गए और सोचने लगे कि वह कौन सा जानवर हो सकता है जो किसी हद तक रस्सी की तरह, अजगर की तरह, पेड़ के तने की तरह और चट्टान की तरह हो सकता है। बहुत सोच विचार करने के बाद भी वे चारों किसी नतीजे पर नहीं पहुंच पाए, तो उन्होंने एक साथ उस जानवर को डटोलना शुरू किया। बहुत देर तक वे अपने अपने हिस्सों को अच्छी तरह डटोलकर खोजबीन करने लगे और आपस में अपने अनुभव साझ करने लगे। काफ़ी माथापच्ची करने के बाद वे किसी निष्कर्ष पर पहुंचे। उन चारों में से एक ने कहा, जिस चीज़ की अभी हम चारों ने खोजबीन की वह शायद एक बहुत बड़ा जानवर है। उसकी नाक इतनी लंबी है कि वह ज़मीन को छूती है, उसके पैर बहुत भारी भरकम है, इसका शरीर भी इतना विशाल है कि हमारी बाहों में नहीं आ सकता। वह हम लोगों से बहुत ऊंचा है, इसलिए हम उसके ऊपरी हिस्से की खोजबीन नहीं तक कर पाए। उसके पीछे की ओर रस्सी के जैसी एक चीज़ें हैं, शायद पूछो, लेकिन दावे के साथ हम कुछ नहीं कर सकते। यह हमारा अनुमान है कि यह जानवर या तो हाथी है या उससे मिलता जुलता कोई और जानवर। हम जन्म से दृष्टिहीन हैं, इसलिए इस मामले में हम लोगों के सुने हुए वर्णन के आधार पर ही यह कह सकते हैं। तो यहाँ कथाकार क्या कहते हैं, चारों एक दूसरे की राय सुनकर अचंभे में पड़ गए। तो നമ്മൾ പറഞ്ഞല്ലോ, ആ വ്യക്തി എന്ത് ചെയ്തു, ഒരു ആനയും 4 അന്ധന്മാരെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവർ ആ ആനയെ തൊട്ട് നോക്കിയിട്ട് അതെന്താണെന്നുള്ളത് വിവരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ധന്മാരെല്ലാം എന്താ ഓരോരോ കമൻസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ആൾക്കാരെല്ലാം എന്ത് പറഞ്ഞു, അതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 4 പേരും പരസ്പരം, ഒരാൾ പറഞ്ഞു അത് കയറാണ്, ഒരാൾ പറഞ്ഞു പാമ്പാണ്, ഒരാൾ പറഞ്ഞു തടിയാണ്, ഒരാൾ പറഞ്ഞത് എന്താണ്, അത് പാറയാണെന്ന് പറഞ്ഞു. അപ്പോൾ 4 പേരും 4 അഭിപ്രായമാണ് പറഞ്ഞത് അല്ലേ. ചാരോം ഏക് ദൂസരേക്ക് റായ് സുൻകർ. അപ്പോൾ ഈ 4 പേരും പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഈ 4 പേരും, ഒരാൾ പറയുന്നു ബാക്കി 3 പേര് അത് കേൾക്കുന്നു, അടുത്ത ആൾ പറയുന്നു ബാക്കി 3 പേര് അത് കേൾക്കുന്നു. അപ്പം ഇവർ പരസ്പരം പറയുന്ന ഈ ഒപ്പീനിയൻസ്, റായ് ക്യാ ഹെ, റായ് കാ മത്ലബ് ഹെ ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ് കേട്ടോ. ഒപ്പീനിയൻ. അപ്പോൾ ഇവർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് अचंभे में पड़ गए. अचंभे क्या है, अचंभे का अर्थ है अजरज. क्या है अजरज, माने क्या है, ആശ്ചര്യത്തോടെ വണ്ടറായി നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അജബ്ബേ എന്ന് നമുക്കിതാ ഇങ്ങനെയും ഈ മായുടെ പകുതി എഴുതി ഭാ എഴുതി ഇങ്ങനെ എഴുതാം. അതല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാ ആ ചം, അതായത് ഇവിടെ ഒരു ബിന്ദു ലക്കാന, മായ്ക്ക് പകരമായിട്ടൊരു കുത്തു കൊടുക്കുക. ദെൻ ഉസ്കെ ബാദ് ഭ, അജബ്ബേ. അജബ്ബേ का अर्थ है വണ്ടർ. क्या है വണ്ടർ. അതായത് ഈ 4 പേരും പറഞ്ഞ അഭിപ്രായമെല്ലാം കേട്ടിട്ട് ഇയാളിങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, ഇവരെല്ലാവരും കൂടെ വണ്ടടിച്ച് നിൽക്കുകയാണ്. और सोचने लगे, എന്നിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി, വഹ कौन सा जानवर हो सकता है, അതെന്ത് മൃഗമായിരിക്കും, അതൊരു മൃഗമാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ 4 പേരും 4 അഭിപ്രായം ആ മൃഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ അതിശയം തോന്നി, ഇതെന്ത് മൃഗമായിരിക്കും. जो किसी हद तक रस्सी की तरह, हद का अर्थ है लिमिट यानी एक्सटेंड. हद क्या है, ലിമിറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ്, ഒരു പരിധി വരെ എന്ന് നമ്മൾ പറയില്ലേ, അത് एक हद से, किसी हद से, ഒരു പരിധി വരെ. അപ്പം കിസി ഹദ് തക്ക്, ഒരു പരിധി വരെ എന്താണ്, രസ്സിക്ക് തര, രസ്സി ക്യാ ഹെ റോപ്പ് അല്ലേ, കയറു പോലെയാണ്. കിസി ഹദ് തക്ക് അജ്ഗർ കി തര, പിന്നെയോ ഒരു പരിധി വരെ അതൊരു പാമ്പിനെ പോലുണ്ട്, ഒരു പെരുമ്പാമ്പിനെ പോലുണ്ട്.
पेड़ के तने की तरह അതുപോലെ തന്നെ തടിയുടെ ആ മരത്തിൻ്റെ തടിയെ പോലുണ്ട് और चट्टान की तरह हो सकता है അത് മാത്രമല്ല കല്ല് പോലെയും കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ പരിധി വരെ ഓരോരുത്തർ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. बहुत सोच विचार करने के बाद भी वे चारों किसी नतीजे पर नहीं पहुंच पाए. ബഹുത് സോച്ച് വിചാർ करने के बाद ഒരുപാട് നേരം അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും വിചാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും വേ ചാരോം ഈ 4 പേരും കിസി നതീജെ पर नहीं पहुंच पाए അവർക്കൊരു ഔട്ട്കമിൽ എത്താൻ പറ്റുന്നില്ല. നതീജ ഒരു ഔട്ട്കം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. നതീജയ്ക്കാഹെ ഒരു ഔട്ട്കം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് കൺക്ലൂഷൻ എന്ന് പറയാം. ഓക്കെ, നതീജ ഔട്ട്കം യാനി കൺക്ലൂഷൻ. ഒരു ഔട്ട്കം, ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല, ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. तो उन्होंने एक साथ उस जानवर को डटोलना शुरू किया. പിന്നീട് അവരെന്ത് ചെയ്തു? 4 പേരും കൂടെ ഒരുമിച്ച് ആ ആനയെ മൊത്തത്തിലൊക്കെ ഒന്ന് തൊട്ട് എല്ലാ ഭാഗത്തും അതിൻ്റെ വാലിലും തുമ്പിക്കൈയിലും വയറിലും ഒക്കെ നോക്കാൻ തുടങ്ങി. बहुत देर तक वे अपने अपने हिस्सों को अच्छी तरह डटोल कर खोज बीज करने लगे. बहुत देर അതായത് ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്തു? बहुत देर तक വേ अपने അവരവരുടെ മറ്റുള്ള ഭാഗങ്ങൾ ആനയുടെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തു? തട്ടി തലോടി തൊട്ട് നോക്കാൻ തുടങ്ങി. എന്നിട്ടോ അവസാനം ആപ്പസ് മീം അപ്പനെ അനുഭവ സാച്ച് കർണയിലേക്ക്. എന്നിട്ട് അവസാനം അവരവരുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, അനുഭവിക്കാഹ എക്സ്പീരിയൻസ്, അവരവരുടെ അനുഭവങ്ങൾ എന്ത് ചെയ്തു? സാച്ചാ കർണയിലേക്ക്. സാച്ചാ കർണ മാനെ ഷെയർ കർണ, സാച്ചാ കർണ ഷെയർ കർണ. അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഒന്നാമൻ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മൂന്നാമനും പറഞ്ഞു ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഇന്നതൊക്കെ കണ്ടു. നാലാമൻ പറഞ്ഞു എനിക്കും ഇന്നതുപോലെയൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ 4 പേരും കൂടെ ഒരുമിച്ച് ഒരു കൺക്ലൂഷനിൽ എത്താനുള്ള കാര്യങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്തു തുടങ്ങി. काफी माथापच्ची करने के बाद वे किसी निष्कर्ष पर पहुंचे. काफी माथापच्ची, यहाँ देखो माथापच्ची का अर्थ है बहुत सोच विचार करना, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, പറയുക. निष्कर्ष का अर्थ है फाइंडिंग यानी आउटकम. फाइंडिंग यानी आउटकम हिंदी में उसका अर्थ है नतीजा. നതീജയുടെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? यहाँ देखो नतीजा का മറ്റൊരു പേരാണ് എന്ത്? നിഷ്കർഷ്. ഷായുടെ ഹാഫ് കാ നിഷ്കർഷ്. കണ്ടോ? നിഷ്കർഷ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഔട്ട്കം യാനി ഫൈൻഡിങ്, കണ്ടെത്തൽ, അല്ലെങ്കിൽ കിട്ടിയ ഒരു ഉത്തരം, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്നുള്ളതാണ്. ഉൻ ചാരോ മേം സേ ഏക് കഹ. അപ്പോൾ ഒരുപാട് നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട കാര്യങ്ങളൊക്കെ, അവർ തൊട്ട് നോക്കിയപ്പോൾ അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്തു. ഷെയർ ചെയ്തതിന് ശേഷം അവർ ഒരു ഫൈൻഡിങ്സിലെത്തി, ഒരു കൺക്ലൂഷനിലെത്തി അല്ലേ. ഉൻ ചാരോ മേം സേ ഏക് നെ കഹ. അത് 4 പേരിൽ ഒരാൾ പറഞ്ഞു जिस चीज़ की अभी हम चारों ने खोजबीन की वह शायद एक बहुत बड़ा जानवर है. जिस चीज़ की अभी हम चारों ने खोजबीन की. ഏത് വസ്തുവിനെയാണോ ഞങ്ങൾ 4 പേരും ഇപ്പോൾ പരിശോധിച്ചത്, ഇപ്പോൾ ഞങ്ങൾ 4 പേരും പരിശോധിച്ചത് ഏത് വസ്തുവിനെയാണോ, വഹ് ഷായത് അത് ഒരു പക്ഷേ എക് ബഹുത് ബഡാ ജാൻവർ ഹോഗ അത് വളരെ വലിയൊരു മൃഗമായിരിക്കും. ജാൻവർ ക്യാ ഹെ? അനിമൽ. അത് വളരെ വലിയൊരു മൃഗമായിരിക്കും. उसकी नाक इतनी लंबी है. उसकी नाक माने क्या है? നോസ്. അതിൻ്റെ മൂക്ക് ഇത്രത്തോളം ലംബിയാണ്, നീളമുള്ളതാണ്, ലെങ്തിയാണ്, അല്ലെങ്കിൽ നീളമുള്ളതാണ്. കി വഹ് ജമീൻ കോ ഛൂത്തി ഹെ. അത് ജമീൻ ക്യാ ഹെ? ധർത്തി, അല്ലെങ്കിൽ ധർത്തി, മണ്ണിനെ എന്ത് ചെയ്യുന്നു? തൊടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂക്ക് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത് വളരെ വലിയ മൂക്കാണ്, നീളമുള്ളതാണ്, അത് മണ്ണിൽ തട്ടുന്നുണ്ട്, തറയിൽ തട്ടുന്നുണ്ട്. ഉസ്കെ പൈർ ബഹുത് ഭാരി ഭർക്കം ഹെ. ഉസ്കെ പേർ അതിൻ്റെ കാലുകൾ ബഹുത് ബഡാ ഹെ, ബഹുത് ഭാരി ഹെ, അതിൻ്റെ കാലുകൾ വളരെ വലുതാണ്. അതുമാത്രമല്ല ഭർക്കം ഹെ. ഭർക്കം മാനെ തടിച്ചത്, അല്ലെങ്കിൽ ബൾക്കി. ക്യാ ഹെ? തടിച്ചത് അല്ലെങ്കിൽ ബൾക്കി. അപ്പോൾ അതിൻ്റെ കാലുകൾ വളരെ ബൾക്കി ആയിട്ടുള്ളതാണ്, തടിച്ചതാണ്. ഇസ്കാ ശരീർ ഭീ ഇത്തനാ വിശാൽ ഹേ. അതുമാത്രമല്ല ഇതിൻ്റെ ശരീരം എന്താണ്? ഇത്രത്തോളം വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കി ഹമാരെ ബാഹോമേ നഹി ആ സക്താ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ബാഹോമേ, നമ്മുടെ കൈക്കുള്ളിൽ അത് ഒതുങ്ങില്ല. അതിൻ്റെ ശരീരം അത്രത്തോളം വലുതാണ്. ഈ 2 കൈകൾക്കുള്ളിൽ ഒതുങ്ങാത്തത്രയും വലുതാണ്. വഹ് ഹം ലോഗോ സെ ബഹുത് ഊഞ്ചാ ഹെ. അത് മാത്രമല്ല അത് നമ്മളെക്കാളും ഒക്കെ വളരെ പൊക്കത്തിലാണ്. ഊഞ്ചാ ക്യാ ഹെ? പൊക്കത്തിൽ. ഊഞ്ച വളരെ പൊക്കത്തിലാണ് നമ്മളെക്കാളും. इसलिए हम उसके ऊपरी हिस्से की खोज भी नहीं
कर पाए അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ മുകൾ ഭാഗത്തേക്ക് ഒന്നും പരിശോധിക്കാൻ കഴിഞ്ഞില്ല. उसके पीछे की ओर रस्सी की जैसी एक चीज़ है. അതിന്റെ പിൻഭാഗത്തായിട്ട് पीछे की ओर रस्सी की जैसे ഒരു കയറ് പോലെ എന്തോ ഒരു ഭാഗമുണ്ട്. शायद पूंछो, ഒരു പക്ഷേ അത് എന്തായിരിക്കും? शायद ഒരു പക്ഷേ അത് पूंछो, അത് വാലായിരിക്കാം. लेकिन दावे के साथ हम कुछ नहीं कर सकते. എന്നാൽ दावे के साथ माने ദൃഢദാസേ എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കത് ദൃഢമായിട്ട് പറയാൻ കഴിയുന്നില്ല, അതായത് ഞങ്ങൾക്കത് ശക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല, അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ലേക്കിൻ दावे के साथ हम कुछ नहीं कर सकते. പക്ഷേ ഞങ്ങൾ ഈ കാര്യം ദൃഢമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. यह हमारा अनुमान है, ഇത് ഞങ്ങളുടെ നിഗമനമാണ്, ഇത് ഞങ്ങളുടെ ഒരു കണ്ടെത്തലാണ്, ഞങ്ങൾ 4 പേരുടെയും ഒരു നിഗമനമാണ്. കേഹ് ജാൻവർ യാ തോ ഹാത്തി ഹെ, ഈ ഒരു മൃഗം എന്ന് പറയുന്നത് ഇത് ആനയായിരിക്കും, കറക്റ്റ് ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. യാ ഉസിസെ മിൽത്ത ജുൽത്ത കോയി ഓർ ജാൻവർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു മൃഗമായിരിക്കും. മിൽത്തി ജുൽത്തി, ഇതുമായി ബന്ധപ്പെട്ട ആനയെ പോലെ തന്നെ മറ്റേതെങ്കിലും ഒരു മൃഗമായിരിക്കാം. ഹം ജന്മസേ ദൃഷ്ടിഹീൻ ഹെ, ഞങ്ങൾ ജന്മന अंधन्माराണ്. इसलिए इस मामले में हम लोगों के सुने हुए वर्णन के आधार पर ही यह कह सकते हैं. इसलिए അതുകൊണ്ട് തന്നെ इस मामले में ഈ ഒരു കാര്യത്തിൽ हम लोगों के सुने हुए, ഞങ്ങൾ പറയുന്ന ഈ ഒരു പറച്ചിൽ, ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഇത് പറയാൻ കഴിയുള്ളൂ. അതായത് ഞങ്ങൾക്ക് അനുഭവം വന്നതേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ അന്ധന്മാരാണ്, ഞങ്ങൾക്ക് കണ്ണ് കാണില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. नेक्स्ट पैराग्राफ. व्यक्ति ने कहा, मुखिया जी इस तरह यह प्रयोग पूरा हुआ. मैं आशा करता हूँ कि विज्ञान की प्रक्रिया के बारे में आपने काफ़ी कुछ समझ लिया होगा. मुखिया जी के चेहरे पर संतोष, नई समझ और उत्साह की चमक थी. उन्होंने उस विदूषक से कहा, आपने जितनी सरलता से हम सबको विज्ञान की समझ दी है वह आपने आप में अद्भुत है. व्यक्ति ने कहा, व्यक्ति പറഞ്ഞു, मुखिया जी അല്ലയോ മുഖ്യ, ഇസ് തരഹ് യഹ് പ്രയോഗ പൂരാ ഹുവ, ഇങ്ങനെയാണ്, ഈ ഒരു തരത്തിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ പൂർത്തിയാക്കിയത്. मैं आशा करता हूँ, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. कि विज्ञान की प्रक्रिया के बारे में, विज्ञान സയൻസിനെ കുറിച്ചും സയൻസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതും अपने काफ़ी कुछ समझ लिया होगा. അപ്പോൾ സയൻസ് എന്ന് പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇതുപോലെയാണ്, നമ്മൾക്ക് കൃത്യമായൊരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടെത്തലുകൾ വേണ്ടി വരും, ഒരുപാട് പേരുടെ സഹായം വേണ്ടി വരും. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. 4 പേരുണ്ടെങ്കിൽ 4 അഭിപ്രായമായിരിക്കും, അതിനെയൊക്കെ നമ്മൾ കൂടി ഇരുന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഇതെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു ഉദാഹരണത്തിലൂടെ. എന്താണ് സയൻസ്, എങ്ങനെയാണ് സയൻസ്, എത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ, ഭാരിച്ച കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടെന്നുള്ളത് അങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മുഖ്യാജിക്ക് ചെഹരെ പർ സന്തോഷ്, അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ മുഖ്യാജിയുടെ മുഖത്ത് എന്താണ്? സന്തോഷം വന്നു. നൈ സമജ് ഔർ ഉത്സാഹിക്ക് ചമക് തീ, നൈ സമജ് പുതിയ ഒരു തിരിച്ചറിവ്, അതുപോലെ ഉത്സാഹം, പുതിയൊരു ഉത്സാഹം, ഇതിൻ്റെയൊക്കെ ഒരു തിളക്കം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടു. ചമക്, चमक माने क्या है? तिलंगा. उन्होंने उस विदूषक से कहा, അദ്ദേഹം ആ विदूषक, विदूषक क्या है? विदूषक माने स्कॉलर, विद्वान. विदूषक का अर्थ है क्या है? स्कॉलർ, बहुत പഠിച്ച ലിഖാ വ്യക്തി, വിദ്വാൻ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള, പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള ആളെന്നുള്ളതാണ്. विदूषक से कहा, ആ വ്യക്തിയോട് പറഞ്ഞു, आपने जितनी सरलता से हम सबको विज्ञान की समझ दी है वह अपने आप में अद्भुत है. आपने, താങ്കൾ എത്ര സരളമായിട്ടാണ് ഈ ഒരു സയൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്ര വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നൽകിയത്. അങ്ങേ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് വളരെയധികം അത്ഭുതമാനെ അനോഖ, അത്ഭുതം തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് എന്താണെന്നും സയൻസിന് പിന്നിൽ ഒരുപാട് പ്രോസസ്സും ഒരുപാട് എക്സ്പെരിമെൻസും അനാലിസിസും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ഈ വ്യക്തി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. അത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഒരുപാട് വസ്തുക്കൾ കൊണ്ട് അതിനെ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അറിയാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തെ ഈ ഒരു എക്സാമ്പിളിലൂടെ, ഈ ഒരു കഥയിലൂടെയാണ് നമ്മുടെ വ്യക്തി ബോധിപ്പിച്ചത്.
അതായത് ഒരു 4 അന്ധന്മാർ ഒരു ആനയെ നോക്കി കണ്ടാൽ എങ്ങനെയാണോ അവർ പറയുന്നത് അതുപോലാണ് നമുക്ക് പെട്ടെന്നൊന്നും ഒന്നിനെക്കുറിച്ചും പറയാൻ പറ്റില്ല. അത് ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടും ഒരുപാട് പേരുടെ ഡിസ്കഷൻ്റെ ഫലമായിട്ടും ഒരുപാട് എക്സ്പെരിമെൻസിൻ്റെ ഫലമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണെന്നുള്ളത് അദ്ദേഹം ഈ ഒരു കാര്യത്തിലൂടെ ആ മുഖ്യാജിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ओके, तो इतना है हमारी कहानी, हमारी ये पाठ. तो नेक्स्ट क्लास में, अगले क्लास में हम नोट्स डिस्कस करेंगे. धन्यवाद.